434 ഹരിക്കണം 14 സമം 31 ആയാൽ 0.00043 ഹരിക്കണം 0.14 വില കാണുക. നമുക്ക് 434/14 സമം 31 തന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. കാണേണ്ടത് എഴുതുക 0.00434/0.14 വില കാണണം. നമുക്ക് ഈ അംശത്തെ 434/10 ലക്ഷം എന്നെഴുതാം. കാരണം 434നെ 10 ലക്ഷം കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 10 ലക്ഷത്തിൽ 6 പൂജ്യമാണ്. ഹരിക്കുമ്പോൾ 6 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം. ഇവിടെ 6 പൂജ്യമാണ്. 434നെ 10 ലക്ഷം കൊണ്ട് ഹരിക്കുമ്പോൾ 6 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുമ്പോൾ നമുക്കിത് കിട്ടും. 0.0000434 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് എന്തെഴുതാം? 434/10 ലക്ഷം. അതുപോലെ ഛേദത്തെ 14/100 എന്ന് എഴുതാം. കാരണം 100 കൂടെ ഹരിക്കുമ്പോൾ 100ൽ 2 പൂജ്യം. നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം. അപ്പോൾ 0.14 കിട്ടും. അപ്പോൾ ഈ 0.14 നമുക്ക് എന്തെഴുതാം? 14/100. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അംശം അതുപോലെ ഇട്ട് ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. അംശം അതുപോലെ ഇട്ടിട്ട് ഛേദത്തിൻ്റെ ഉൾക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 434/10 ലക്ഷം ഇൻറ്റു ഇതിൽ തിരിച്ചിട്ടു 100/14. ഈ 434/14 434 അടിയിൽ 14 എഴുതി. 434/14 ഇൻറ്റു ഇവിടെ നമുക്ക് വെട്ടിച്ചുരുക്കുമ്പോൾ ഈ 100ഉം ഇതിലത്തെ 2 പൂജ്യവും വെട്ടിക്കളയാം. 100ഉം ഇതിലത്തെ 2 പൂജ്യവും. അപ്പോൾ അടിയിൽ ബാക്കി 10,000 എന്ന് വരും. അപ്പോൾ ഇത് ഛേദമാണ് 10,000. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? 1/10,000. ഇനി 434/14 വരെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 31. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഈ 434/14 വരെ 31 എന്നിട്ട് ഇൻറ്റു 1/10,000. ഇത് ഗുണിക്കുമ്പോൾ 31 ഇൻറ്റു 1 അംശങ്ങൾ ഗുണിക്കുന്നു. 31 ഛേദം 10,000. 31നെ 10,000 കൊണ്ട് ഹരിക്കണം. 31നെ 10,000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം? 4 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം. 10,000ൽ 4 പൂജ്യമാണ്. അപ്പോൾ 4 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 0.0031.